ഇത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലുള്ള ജക്കാർത്ത അക്വേറിയം. ജക്കാർത്ത അക്വേറിയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്തോനേഷ്യയെക്കുറിച്ച് പറയണം. എൻ്റെ 16ാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ. പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ധാക്കയോ അല്ലെങ്കിൽ ഒരു കറാച്ചിയോ പ്രതീക്ഷിച്ചാണ് ഇന്തോനേഷ്യ ചെന്നത്. പക്ഷേ എൻ്റെ എല്ലാ ചിന്തകളും മാറ്റിമറിച്ചുകൊണ്ടുള്ള കാഴ്ചകളാണ് ഞാനവിടെ കണ്ടത്. ഞാൻ പ്രധാനമായിട്ടും ബാലിയിൽ പോയി അവിടുന്ന് ജാവ ഐലൻഡിൻ്റെ സുരബായ, യോഗ്യകർത്ത, ജക്കാർത്ത ഈ 3 സിറ്റീസും വിസിറ്റ് ചെയ്തു. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻസ്, അതുപോലെ ബസ് സ്റ്റാൻഡുകൾ, എയർപോർട്ടുകൾ, മറ്റ് പിക്നിക് സ്പോട്ടുകൾ, ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം അടിപൊളിയാണ്. വൃത്തിയാണ് എടുത്തു പറയേണ്ട മെയിൻ. സിറ്റി സ്ക്വയർ ആയിക്കോട്ടെ, റോഡുകളായിക്കോട്ടെ, എല്ലാം പക്ക നീറ്റാണ്. വൃത്തികേടാകുന്നുണ്ട്, പക്ഷെ അതുപോലെ അവർ ക്ലീനാക്കി നീറ്റാക്കി കീപ്പ് ചെയ്യുന്നുണ്ട്. ആളുകളും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ശരിക്കും ഇന്തോനേഷ്യ ഞെട്ടിച്ച് കളഞ്ഞു. ഇനി ജക്കാർത്ത അക്വേറിയത്തെക്കുറിച്ച് പറയാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് പെൻഗ്വിൻ്റെ ഒരു ഷോ ആണ്. അത് നെറ്റിൽ കണ്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. പ്രധാനമായിട്ടും ആനിമൽ അട്രാക്ഷൻസ് ഉണ്ട്, ആനിമൽ എഡ്യൂക്കേഷൻ ഷോസ് ഉണ്ട്, മെർമെയ്ഡ് ഷോ ഉണ്ട്, അണ്ടർ വാട്ടർ ഫാൻറ്റസി ഡൈവിംഗ് ഉണ്ട്, അക്വാ ട്രെക്കിംഗ് ഉണ്ട്, പിന്നെ ഡൈൻ ചെയ്യാം, ഷോപ്പ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരിവിടെ ഒരുക്കുന്നുണ്ട്. ഇവർ ശരിക്കും മലേഷ്യ KLCCയിലെ അക്വേറിയ, നിങ്ങൾ മലേഷ്യ വിസിറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും, അവരുമായിട്ട് കൊളാബറേഷൻ ചെയ്തുകൊണ്ടാണ് ഇവർ ഈ അക്വേറിയം ഇവിടെ നടത്തുന്നത്. 3500ഓളം സ്പീഷീസുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. 1 ഹെക്ടർ ഏരിയ ഉണ്ട്. അതുപോലെ ഒരുപാട് അക്വാട്ടിക്, നോൺ അക്വാട്ടിക് ആനിമൽസ് ഇവിടെ ഉണ്ട്. ഇന്തോനേഷ്യ വിസിറ്റ് ചെയ്താൽ, ജക്കാർത്ത വിസിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പ്രത്യേകിച്ചും നിങ്ങളുടെ കൂടെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരൊരുപാട് എൻജോയ് ചെയ്യും. ശരിക്കും ഇതൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. ഷോപ്പിംഗ് മോളിൻ്റെ താഴ്വശത്തായിട്ടാണ് ഇവർ ഈ അക്വേറിയം ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി സ്പീഷീസിലുള്ള അക്വാട്ടിക്, അതുപോലെ നോൺ അക്വാട്ടിക് ആനിമൽസിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ തീർച്ചയായിട്ടും പെൻഗ്വിൻ ഷോ തന്നെയാണ്. ഒരു കൂട്ടം പെൻഗ്വിനെ ഇവർ ആളുകളുടെ ഇടയിൽ കൂടെ കൊണ്ടുവരികയും അതിന് തീറ്റി കൊടുക്കുകയും ചെയ്യുന്നത് അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. വെസ്റ്റ് ജക്കാർത്തയിലെ നിയോ സോഹോ മോളിലാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. കൃത്യം പറഞ്ഞാൽ 2016 ഡിസംബറിലാണ് ഇത് ഓപ്പൺ ആവുന്നത്. ഇത് ഇന്തോനേഷ്യയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ ഇൻഡോർ ലിവിംഗ് പ്ലാനറ്റ് ബൊട്ടിക് അക്വേറിയമാണ്. ഇത് തമൻ സഫാരി ഇന്തോനേഷ്യ എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ അക്വേറിയ KLCC മലേഷ്യയും കൂടെ ചേർന്ന ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഇത് നടത്തുന്നത്. ഇതിലെ മെറ്റ് അട്രാക്ഷനാണ് അണ്ടർ വാട്ടർ ടണൽ. ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ ഒരു ജെല്ലി ഫിഷ് സ്പിയർ ഉണ്ട്, ഒരു ടച്ച് പൂൾ ഉണ്ട്. അതിൽ നമുക്ക് സ്റ്റാർ ഫിഷ്, സീ കുക്കുംബറിനെയൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇന്തോനേഷ്യ വിസിറ്റ് ചെയ്താൽ, ജക്കാർത്ത വിസിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളിത് മിസ് ചെയ്യരുത്. പ്രത്യേകിച്ചും നിങ്ങളുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ.